ഭൂമി മുഴുവൻ തന്നെ രോഗാണുക്കളുടെ കേന്ദ്രമായി തീർന്നു. നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത എല്ലാ തരത്തിലുള്ള അണുക്കളും പുറത്തുകൊണ്ട് ശരിയാണ്. എങ്കിലും താരതമ്യത്തില് ട്രോപ്പിക്കൽ ക്ലൈമറ്റില് സൂര്യന്റെ കീഴിൽ വളരില്ലാത്തവരാണ് അണുനാശക പദാർത്ഥങ്ങളായി കണ്ടെത്തിയിട്ടുള്ളവയിൽ അഗ്നി, സൂര്യൻ, ജലം ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്, മിന്നൽ തുടങ്ങിയവ അണുനാശകങ്ങളാണ്. വൈറസ് ഉൾപ്പെടെ നശിപ്പിക്കുന്നവയാണ്. വൈറസിനെ നശിപ്പിക്കുന്ന ഔഷധങ്ങൾ ആധുനിക ലോകത്ത് ഇല്ലെന്നാണ് എന്റെ അറിവ്. ആ രംഗത്ത് 50 കമ്പനികളാണ് മുൻകാലത്ത് ഗവേഷണം നടത്തിയത്. അതിലിപ്പോൾ 5 ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. മറ്റത് നഷ്ടം കാരണം വൈറസ് പരീക്ഷണം നിർത്തി. 50 അതിൽ ഒരെണ്ണം പോലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാം. ഇപ്പോൾ 5 രംഗത്തുള്ളത്. അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് ബിഗ് ബഗിന്റെ പിടിയിലാണ്. വികസിത രാജ്യങ്ങളിൽ ഒരു മുറിവ് പോലും ഔഷധം കൊണ്ടുണങ്ങുന്നില്ല. അണുക്കൾ കയറിക്കൂടിയ. ഞാൻ അതുകൊണ്ടാണ് സർജിക്കൽ ഇന്റർവെൻഷൻ കഴിഞ്ഞ് പുതിയ തലത്തിൽ വെച്ചുണക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇന്ത്യയിലേക്കും അത് വ്യാപിച്ചു. ചുറ്റുപാടുകളും അണുക്കളും. ആ നിലയിൽ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും. പക്ഷെ അവിടെയും വ്യാധി പ്രതിബന്ധകത്വ ബലമല്ലെങ്കിൽ റെസിസ്റ്റൻസ് പവർ, വ്യാധി ക്ഷമത്വ ബലം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പവർ രണ്ടും ചേർന്ന് വരുന്ന പ്രതിരോധകമായിരിക്കുന്ന ശക്തിയെ, ഒരു രോഗം വന്നാൽ അതിനെ സഹിക്കാനുള്ള കഴിവ് കൂടിയവരിൽ സുരക്ഷിതമായ അണുക്കൾ അവിടെ നിൽക്കും. അവർക്ക് അത് അപകടകാരിയാവില്ല. വാഹകരായി അവരുണ്ടാകും. അതിനെ സഹിക്കാൻ വയ്യാത്തവരിലേക്ക് വരുമ്പോ രോഗം. കേരളത്തിൽ ഏതാണ്ട് 100 പേരെ കണ്ടിട്ടുണ്ട്. ഭാര്യയ്ക്ക് HIV ഉണ്ട്, ഭർത്താവിനില്ല. ഒന്നിച്ചാണ് ജീവിക്കുന്നത്, ശാരീരിക ബന്ധവും പുലർത്തുന്നുണ്ട്. ഭർത്താവിനുണ്ട്, ഭാര്യയ്ക്കില്ല. അതിശോക്തിയല്ല പറഞ്ഞു, ശരിയായ ചിത്രമാണ്. അവര് വേറെ ആരെങ്കിലുമായി ബന്ധപ്പെടുന്ന ഒരു സമയത്ത് ആ ക്ഷമത്വബലമില്ലാത്ത ഒരാളാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അവരിത് കൊണ്ടുപോകും. അപ്പൊ ഇതിനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെയെല്ലാം സാധ്യം? മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, ആഹാരം, ഹിംസ, സ്ഥേയം മുതലായവ ഒക്കെ സമഗ്രമായി പങ്കുവഹിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം പോലും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. ആ കയ്യിലിരിക്കുന്ന പേന ചെക്ക് ഷർട്ടിട്ട് അങ്ങയുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചെടുത്താൽ അങ്ങയുടെ സാന്നിധ്യം വേണ്ട വേറൊരു ചെക്ക് ഷർട്ടിട്ടവൻ വന്നാൽ എന്റെ മസ്തിഷ്കത്തിൽ ഓർമ്മ വരും ഞാനൊരു മോഷ്ടാവാണ്. എന്റെ പ്രഷർ അടിച്ചു കൊടുക്കും. ഞാൻ മോഷ്ടിക്കുന്നത് 10 മണിക്കാണെങ്കിൽ മിക്കവാറും 10 മണി സമയത്ത് ഞാൻ അറിയാതെ മാറ്റമുണ്ടാവും. സാമൂഹിക ജീവിതക്രമത്തിന്റെ ഈ താളക്രമങ്ങളിൽ ഇത് എത്രത്തോളം പറ്റും? അവിടെയും നേരത്തെ പറഞ്ഞ ഒരു വലിയ സേവനത്തിലേക്ക്, ഒരു വലിയ പുണ്യത്തിലേക്ക് വികസിച്ചേ പറ്റും. മറ്റൊരു വഴിയില്ല. ഇതിനെ ഓടിക്കാൻ പറ്റിയ ഔഷധങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല. കാരണം ഓരോ ഔഷധത്തെയും ആ ജീവികൾ വളരെ വേഗമാണ് അതിജീവിക്കുന്നത്. വിചിത്രമായൊരു സത്യവുമുണ്ട്. സൂക്ഷ്മജീവി മുതൽ മനുഷ്യൻ വരെ ഒരു ശൃംഖലയാണ്.
വൈദ്യശാസ്ത്രത്തിന്റെ ആധാരം വെച്ചും പരിണാമ സിദ്ധാന്തത്തിന്റെ ആധാരം വെച്ചും അമീബയും ബാക്ടീരിയയും തുടങ്ങി മനുഷ്യൻ വരെ പരിണാമ ശൃംഖലയിൽ പെടുന്നുവെങ്കിൽ നാളെ പരിണമിച്ച് മനുഷ്യനായിരിക്കാൻ പോകുന്ന ഈ ജീവികൾ എങ്ങനെ മനുഷ്യന്റെ ശത്രുവാണ്? അത് നമ്മൾ ചിന്തിക്കുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള വിദ്യാഭ്യാസം ആവശ്യമാണ്. ഒന്ന് വൈചാരിക വിദ്യാഭ്യാസം, രണ്ട് വൈകാരിക വിദ്യാഭ്യാസം. ഇന്റലക്ച്വൽ ലിറ്ററസി ആൻഡ് ഇമോഷണൽ ലിറ്ററസി. ആധുനിക വിദ്യാഭ്യാസത്തിൽ ഇന്റലക്ച്വൽ ലിറ്ററസി വളരെ കൂടുതലാണ്. വികാര തലങ്ങളിൽ മാത്രമുള്ള സൂക്ഷ്മജീവികൾ, വികാര തലങ്ങളിൽ മാത്രമുള്ള ജന്തുജാലങ്ങൾ, വികാര തലങ്ങളിലുള്ള മനുഷ്യനുമായി ആ ജീവജാലങ്ങൾ ബന്ധിക്കുന്ന കണ്ണി വൈകാരിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സംഭവിക്കൂ. അതിനെ കൊല്ലാതിരിക്കാൻ നീ ഒന്ന് കൈ കഴുകണം. പരിശുദ്ധമായ ജലം കൊണ്ട് കൈ കഴുകണം. വേറെ കാര്യത്തിന് എറണാകുളം കുട്ടിക്കാലത്ത് കിണറിൽ കൂത്താഴി കണ്ടിട്ടുണ്ട്. അന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടാനില്ല. അടുത്ത പള്ളിയിലോ അമ്പലത്തിലോ പോയി ജപിച്ചൊരു വെള്ളം വാങ്ങിച്ചുകൊണ്ടെന്ന് ഒഴിച്ചായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്? വയലുകളില് നെല്ല് പാഴിയായി പോകാൻ വേണ്ടി ചാഴി എന്ന് പറയുന്ന ഒരു ജീവി കൂടുതലായി വരുമ്പോൾ വയസ്സായ അച്ഛന്മാരെ വിളിച്ചുകൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ പുരോഹിതനെ വിളിച്ചുകൊണ്ടുപോയി അതിന് ചുറ്റും ഒരു അതിർത്തി നിശ്ചയിച്ചു ഒരു ചെറിയ ഭാഗം ആ ജീവിക്കായി വിട്ടുകൊടുത്തിട്ട് ഇതിനകത്ത് നീ നിന്നോണം, അപ്പുറത്ത് കിടന്നാൽ എന്റെ സ്വഭാവം നീ അറിയുമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശബ്ദം അവരുണ്ടാക്കി അതിന്റെ അതിർത്തിയിൽ നിശ്ചയിച്ച് കടന്നു പോകുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ള ആരെങ്കിലും? ഞാൻ ഉണ്ടാക്കി പറയുന്നതാണെന്നറിയാം. കേട്ടിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസം ഉണ്ടായി. ശാസ്ത്ര വിദ്യാഭ്യാസം ഒരിക്കലും യോജിക്കാത്തതാണ് ഈ പണി. അന്ധവിശ്വാസമാണ്. താൻ വിലക്കിയാൽ ചാഴി നിൽക്കുക എന്നത് ശാസ്ത്രത്തിന് അംഗീകരിക്കാനാവില്ല. ഇന്നും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ ഏതാണ്ട് അസ്തമിച്ചിട്ടുണ്ട്. കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മിക്കവാറും മക്കളെയെല്ലാം നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും ശക്തമായി പഠിപ്പിക്കാത്ത ഒരു സമുദായമാണ് ഇവിടുത്തെ മുസ്ലിംസ്. അവരുടെ ഇടയിൽ ഇന്നും ഒരു മുല്ലക്ക തന്റെ വേറൊരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുക്കി ഔഷധമായി കൊടുക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഠിപ്പുണ്ടായിരുന്ന മുസ്ലിം, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അതികായനായ മുസ്ലിം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി വിരാജിച്ച മുസ്ലിം, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് അഗ്നിചരടുകൾ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വായിച്ചിട്ടുണ്ടോ? അതിന്റെ 70-ാമത്തെയോ 60-ാമത്തെയോ പേജിലാണ് ഞാൻ വാങ്ങിച്ച എഡീഷനിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് രാമേശ്വരത്ത് ഈ വെള്ളത്തിൽ വിരലുമുക്കി നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് കൊടുക്കുമ്പോൾ രാമേശ്വരത്തെ ശാന്തിക്കാരനുമായി സംസാരിക്കുന്ന ഭാഷ കേട്ട സമയങ്ങളിൽ താൻ പോയി ചോദിക്കുമ്പോൾ, മോനെ ഇത് നിന്റെ ശാസ്ത്രത്തിന് മനസ്സിലാവില്ല എന്ന് തന്നോട് പറഞ്ഞതും ശാസ്ത്രത്തിന് അപ്പുറത്ത് ചിലതുണ്ടെന്ന് പറയുന്നതുമായ ഒരു പേജും പൈസ. എന്ത് വിദ്യാഭ്യാസമാണ് അവർ സമ്പാദിച്ചത്? സമസൃഷ്ടങ്ങളോടും ജീവജാലങ്ങളോടും അച്ഛനമ്മമാരോടും മണ്ണിനോടും വിണ്ണിനോടും മാനവന് സംസാരിക്കാവുന്ന ഒരു ഭാഷ വൈകാരികമാണ്. വൈകാരിക ഭാഷയുടെ താളമേളങ്ങളൊന്നും ശാസ്ത്രത്തിന് സങ്കേത ഭാഷ നൽകില്ല. ശാസ്ത്രം വിസ്മൃതമാകുന്നതും
ശാസ്ത്രം റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉള്ളപ്പോൾ മാത്രം മസ്തിഷ്കത്തിൽ ഓർമ്മ വരുന്നത് വൈകാരിക വിദ്യാഭ്യാസമാകട്ടെ ശാസ്ത്രത്തെ അതിജീവിക്കുന്ന സങ്കേതങ്ങളെ മസ്തിഷ്കത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതാണ്. അതാണ് കുറച്ചും കൂടെ നല്ല പരിഹാരമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇമ്മ്യൂണിറ്റി വളരാൻ ഏറ്റവും നല്ല പരിഹാരം നമ്മുടെ വൈകാരിക വിദ്യാഭ്യാസത്തെ ഉൾക്കൊള്ളുന്നു. ഈ ജീവജാലങ്ങളോട് എതിർക്കാതെ സമതയിൽ പോകും. ശത്രുത മനുഷ്യൻ മാത്രം പ്രവർത്തിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. കുൽസിതമായി പ്രവർത്തിക്കുവാൻ ഈ ജീവജാലങ്ങൾക്കൊക്കെ അവകാശമുണ്ട്. അവിടെ അവയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരുന്നിനെയും, കാരണം നമ്മുടെ തലത്തിലേക്ക് വളരാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ജീവശൃംഖലയിൽ ഒന്നിനെ പോലെയും തൊട്ടുപദ്രവിക്കാതെ, ഉപദ്രവിച്ചാൽ പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് റിപ്പന്റ് ഈ ദ ചിൽഡ്രൻ ഓഫ് വൈപ്പേഴ്സ് എന്ന മര്യാദയിൽ തന്നെ പശ്ചാത്തപിച്ചു പോവുക എന്നുള്ളതാണ് ഇമ്മ്യൂണിറ്റി വളരാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്നാണ്. അത് വളർത്തിയാൽ ഈ ജീവജാലങ്ങൾ നമുക്കെതിരായി വരില്ല എന്ന് തോന്നുന്നു. മറ്റേത് സങ്കേതങ്ങളിലും അവ നമ്മെ അതിക്രമിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് വളരെ സാങ്കേതികമല്ലാത്ത ഒരു വൈകാരിക വിദ്യാഭ്യാസം. കാളിദാസന്റെ മേഘസന്ദേശത്തിൽ ഒരു കാഴ്ചയുണ്ട്. ത്വയ്യായത്തം കൃഷിഫലമിതി ഭൂവിലാസാനഭിജ്ഞൈ പ്രീതിസ്നിഗ്ധൈ ജനപദവധൂലോചനൈ പീയമാന സദ്യ സീരോത്കർഷണസുരഭി ക്ഷേത്രമാരുഹ്യമലം കിഞ്ചിത് പശ്ചാത് വ്രജലഘുഗത് ഭൂയ ഏവോത്തരേണ. മേഘത്തോട് തന്റെ സന്ദേശവും കൊണ്ടുപോകാൻ പറയുന്ന യക്ഷൻ ഉത്തരമധുരയിലെത്തുമ്പോൾ നിന്നെ കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത ഗ്രാമീണ പെൺകുടിമാർ സാങ്കേതികമല്ലാതെ നോക്കും. മേഘമേ, നീ അവരുടെ നിഷ്കളങ്കമായ നോട്ടം കണ്ട് അവിടെ പെയ്തിറങ്ങരുത്. എന്റെ സന്ദേശം താമസം. കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത പെൺകുടിമാർ ആവശ്യത്തിന് നോക്കിയാൽ മഴ പെയ്യുമെന്ന് കാളിദാസൻ ഭാവന ചെയ്യുമ്പോൾ കേരളത്തിൽ വിത്ത് വെള്ളത്തിലിട്ട് വെച്ച് എത്ര അമ്മമാർ അന്ന് മഴ പെയ്യിച്ചിട്ടുണ്ടാവും. തങ്ങളുടെ വൈകാരികത കൊണ്ട്. വൈകാരികമായ വിദ്യാഭ്യാസം തരാൻ സർഗചേതനയ്ക്ക് കഴിയും. നമുക്ക് രണ്ട് ഫാക്കൽറ്റി, ഒന്ന് നമ്മുടെ ക്രിട്ടിക്കൽ ഫാക്കൽറ്റി, ഒന്ന് നമ്മുടെ ക്രിയേറ്റീവ് ഫാക്കൽറ്റി. പരസ്പരം എതിര് നിൽക്കുന്നതായി രണ്ട്. ആധുനിക ലോകം ക്രിട്ടിക്കൽ ഫാക്കൽറ്റിയെ വളരെ കൂടുതൽ വളർത്തിയിരുന്നു. ക്രിയേറ്റീവ് ഫാക്കൽറ്റി വളരെ കുറവാണ്. ഇന്ന് ഈ കുട്ടികൾക്ക് അവരുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല ഒരുത്തൻ പറിച്ചാൽ നൈസർഗികമായി കരയാൻ കൊള്ളുക. കരയാൻ ഇനി അവരെ പഠിപ്പിക്കണമെന്ന്. കാരണം വിദ്യാഭ്യാസം ക്രിട്ടിക്കൽ ഫാക്കൽറ്റിയെ മാത്രം വളർത്തി ക്രിയേറ്റീവ് ഫാക്കൽറ്റി അയച്ചു. കോമൺ സെൻസ് നഷ്ടപ്പെട്ടു. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ വളരെ ബാധിച്ചു. ഇമ്മ്യൂണിറ്റിയാണ് വളരേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജീവികളെ മുഴുവൻ കൊന്നൊടുക്കി നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. എന്നാൽ അവയ്ക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ കൊടുത്ത് വളർത്തേണ്ടത്. നാച്ചുറലായി വളരുന്നവയെ തടയാൻ വെള്ളം അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ചില പ്രത്യേകതയുള്ളതുകൊണ്ട് ശബ്ദം വരെ അതിൽ ബാധിക്കുന്നതാണ്. വെള്ളത്തിന്റെ ക്രിസ്റ്റൽ നിരന്തരം മാറുന്നതാണ്. നിങ്ങളുടെ ശബ്ദം കൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടൊക്കെ ക്രിസ്റ്റലീകരണത്തിൽ വെള്ളം പ്രത്യേകത വഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രാചീനർ അവരുടെ വൈകാരിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ശുദ്ധമായി ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളമാണ്. ചില രോഗികളൊക്കെ രോഗം വന്നു കഴിയുമ്പോൾ, ചില കുട്ടികളൊക്കെ ഛർദ്ദിക്കുമ്പോഴൊക്കെ അമ്മമാര് മുളക് കണ്ടിട്ടുണ്ടോന്ന് നിങ്ങളൊന്നറിയില്ല, മുളക് വാങ്ങിച്ചു 21-30 ഒക്കെ മുളക് ഒഴിഞ്ഞിട്ട് അടുപ്പിൽ
ഇടുന്ന കണ്ടിട്ടുണ്ട്. അതിന് മണം ഉണ്ടായില്ലെങ്കിൽ, അതിന് ചീഞ്ഞ മണം ഉണ്ടായാൽ, മുളക് ഒരു ഞെട്ട് അറിയാതെ അടുപ്പിൽ വീണാൽ തുമ്മും. ഒരു മുളക് തീക്കാത്തേക്ക് ഇട്ടാൽ 1 കിലോമീറ്റർ ഇരിക്കാൻ പറ്റില്ല. അതേസമയം ഇങ്ങനെ ഒഴിഞ്ഞിട്ട മുളക് അയാളിൽ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ മണം തരില്ല. പൗരാണികർ ഉപയോഗിച്ചിരുന്ന ഒരു ടെസ്റ്റാണ്. അതായത് ദ്രവ്യത്തിന്റെ സ്വഭാവത്തെ മനുഷ്യന്റെ മനസ്സ് കാഗോളം വരുമ്പോൾ മാറ്റുന്നു. ഇതവരുടെ വൈകാരിക വിദ്യാഭ്യാസം കൊണ്ട് കിട്ടില്ല. ആ വൈകാരിക വിദ്യാഭ്യാസം കുടുംബത്തിൽ അറ്റുപോയിരിക്കുന്നു. വൈചാരിക വിദ്യാഭ്യാസം കൂടിയിരിക്കുന്നു. പഠിപ്പുള്ള സന്യാസി, പഠിപ്പുള്ള പള്ളിയിലച്ഛൻ, പഠിപ്പുള്ള കന്യാസ്ത്രീ, പഠിപ്പുള്ള മതനേതാക്കൾ, പഠിപ്പുള്ള വീട്ടുകാർ, ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് വിചാരിച്ച് ഉത്സവപ്പറമ്പുകളിൽ ആളെ കൂട്ടാൻ മാത്രം ഇത് അത്യാവശ്യം പറയും. ഒരു പ്രാവശ്യം പരീക്ഷിച്ചു നോക്കാൻ പോലും തയ്യാറാണ് മനസ്സിന്. അതിനു പകരം നിങ്ങളുടെ വൈകാരിക വിദ്യാഭ്യാസം ഉയരുമ്പോൾ കോമൺ സെൻസ് ഉണ്ടാവുകയും അതീതങ്ങളായ അറിവുകൾ ഉണ്ടാവുകയും ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഇതിനോടെല്ലാം നേരിടാനുള്ള, എല്ലാത്തിനെയും സ്നേഹിക്കാവുന്ന ഒരവസ്ഥയും കരുണയും സ്നേഹവും ഒക്കെ ഉണ്ടാവും. മൈത്രി, കരുണ, മുദിത ഇവയൊക്കെ വരും. അതാണ് ഈ മ്യൂണിറ്റിക്കുള്ള വഴിയെന്ന്.